പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ അങ്ങ് പറഞ്ഞ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറെയാണ്. എന്നാൽ കർത്താവെ, പലപ്പോഴും മറന്നുപോകുന്ന വചനങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ച് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന ഈ വലിയ ശുശ്രൂഷയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകത്താൽ നിറച്ച് വചനത്തെ സ്വീകരിച്ച് വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കർത്താവ് എല്ലാ മക്കൾക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവരുടെ നിയോഗങ്ങള്, പ്രാർത്ഥനകൾ, ഇവരുടെ മക്കള്, ഇവരുടെ എല്ലാ അവസ്ഥകളും തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവെ, അനേകം മക്കള് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒത്തിരിയേറെ മെസ്സേജിലൂടെയും കമന്റ് ബോക്സിലും ഒത്തിരിയേറെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നുമുണ്ട്. കർത്താവേ, എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളിൽ അങ്ങിടപെടണമേ, ശക്തി പ്രകടമാക്കണമേ, ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിന്റെ വലിയ സ്നേഹവും കരുണയും വചനത്തോടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും സ്വന്തമാക്കാൻ ദൈവം ഒരു ദിവസം കൂടി നമുക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്നു. നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളെ ഓർത്ത് ഒത്തിരി സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ നിങ്ങൾ അനേകം മക്കൾക്ക് സാധിക്കുന്നിടത്തോളം പങ്കുവെച്ച് കൊടുക്കണം കേട്ടോ. ഒരു ദിവസമേ അച്ഛൻ പറയാൻ മറന്നുപോയതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണമല്ലോ. മാത്രമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അനേക മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. കർത്താവിന്റെ മക്കൾ ഒരുമിച്ച് കൂടി കുടുംബങ്ങളെയും മക്കളെയും തിരിച്ചു പിടിക്കാനും വചനത്തിൽ ഉറപ്പിക്കാനൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരിയേറെ മക്കൾ കൂടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വലിയൊരു വചനം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു വാഗ്ദാനമാണ്. അത് അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെയേറെ വലുതാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോയതും സ്വീകരിക്കാമായിരുന്നിട്ടും സ്വീകരിക്കാതെ പോയതുമായ ഒരു കാര്യമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് 1 മുതൽ 10 വരെ തിരുവചന ഭാഗത്തില് മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമയിലൂടെ കർത്താവ് ഒരു വലിയ കാര്യം നമ്മോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനം ഇതാണ്: തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. ഈ കാര്യം ചെയ്താലുണ്ടല്ലോ, ഈശോ പറയാണ്, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. That's a promise. അതൊരു വാഗ്ദാനമാണ്. ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്താണ് ഈശോ പറയാ? എന്നോട് ചേർന്ന് നിൽക്കണം. എങ്ങനെ? തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ. അതിനൊരു പ്രത്യേക പ്രതിഭാസമുണ്ട്. എന്താണ്? ശാഖ വളരും തോറും, പൊങ്ങും തോറും, നീളും തോറും, അത് ഫലം പുറപ്പെടുവിക്കും തോറും അതിന്റെ തൈത്തണ്ട് ബന്ധം ആഴപ്പെടുത്തി ബലപ്പെടുത്തി ഉറപ്പിച്ചുകൊണ്ട് വളരുന്നത് പോലെ നമ്മുടെ ദൈവബന്ധം വളർച്ചയ്ക്കനുസരിച്ച് വർദ്ധിപ്പിക്കണം. ഉദാശകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ദൈവബന്ധത്തിലൂടെ ആഴപ്പെട്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ കർത്താവ് പറയാ, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ജോലിയില്, പഠനത്തില്, കുടുംബത്തില്, പൗരോഹിത്യത്തില്, എല്ലാ ഉദ്യമങ്ങളും, സകല പ്രവൃത്തികളിലും കർത്താവിന്റെ പ്രോമിസാണ് മക്കളെ. കർത്താവ് നാളെ പറയില്ല, വ്യാജം പറയില്ല, അനുദപിക്കേണ്ടി വരില്ല. കർത്താവ് പറഞ്ഞത് കർത്താവ് ചെയ്തിരിക്കും, അത് ഉറപ്പാ. ആ കർത്താവ് പറയാണ്, എന്നോട് ചേർന്ന് നിന്നാൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഒരു കാര്യം കൂടി കർത്താവ് പറയുന്നത്, എന്നാൽ എന്നോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾ, ഇതുപോലെ വളരാത്ത മക്കള് മുറിച്ച ശാഖ പോലെ പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. അത് ഉണങ്ങിപ്പോകും, ഒന്നിനും കൊള്ളാത്ത വിധം കത്തിച്ച് ചാമ്പലാക്കപ്പെടും. കർത്താവ് വെറുതെ പറയില്ല, നുണ പറയില്ല. അത് സംഭവിച്ചിരിക്കുമെന്ന് അനേക മക്കള് ഉണങ്ങി ഒന്നിനും കൊള്ളാത്തതുപോലെ ആയ സംഭവങ്ങളും കഥകളും പറഞ്ഞുകൊണ്ട് അനേകം മാതാപിതാക്കൾ വിളിക്കുമ്പോ അവരെല്ലാവരും പറയുന്ന കാര്യമാണ്, അച്ഛാ, പള്ളി പോക്കില്ല, ഉദാശയില്ല, പ്രാർത്ഥനയില്ല. എന്റെ മക്കളെ കർത്താവ് പറഞ്ഞത് സംഭവിച്ചു, ഉണങ്ങിപ്പോകും. ഒന്നിനും കൊള്ളാത്ത വിധം പഠനം മുടങ്ങി, ജീവിതം മുടങ്ങി, വഴിപിഴച്ചു പോയി, സ്വഭാവം മോശമായി, അഡിക്റ്റഡായി, മൊബൈലിനെ പിടിപ്പെട്ടു. ഈ മക്കൾക്കൊക്കെ നോക്കിക്കോ, ദൈവബന്ധമില്ല, കൂദാശയില്ല.
ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാമായിരുന്നിട്ടും ഈ ബന്ധത്തിൽ ആഴപ്പെടാൻ എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും അതിന് പ്രാധാന്യം കൊടുക്കാതെ അനുസരണക്കേടിലൂടെ ദൈവം പറഞ്ഞതുപോലെ ജീവിക്കാതെ ജീവിച്ചതിന്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളില്, തലമുറയില് നമ്മൾ അനുഭവിക്കുമ്പോ ഒറ്റ വഴിയുള്ളൂ മക്കളെ, കർത്താവിലേക്ക് അടുക്കുക, ബന്ധം ആഴപ്പെടുത്തുക. വളർച്ചയ്ക്ക് തത്തുല്യമായ ആഴപ്പെട്ട ബന്ധം കർത്താവിൽ ഉറപ്പിച്ച് വളരുക. അത്ര ചെയ്താൽ മതി. ഞാൻ പറയും, നമ്മുടെയൊക്കെ കോൺസെൻട്രേഷൻ, നമ്മുടെയൊക്കെ കഷ്ടപ്പാട്, നമ്മുടെയൊക്കെ ഇഫർട്ട്, നമ്മളൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടത് ഈ ഒരു ബന്ധം ഉറപ്പിക്കാനാണ്. അത് ഉറപ്പിച്ചാൽ മതി. അതിനാൽ തന്നെ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നമുക്ക് ഇന്ന് ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി കർത്താവ് പറഞ്ഞ പോലെ ഈ ബന്ധം ആഴപ്പെട്ട് ജീവിക്കാനും വളരാനും അതിലൂടെ കർത്താവിന്റെ പ്രോമിസ് ധാരാളം ഫലം പുറപ്പെടുവിക്കും. ആ വലിയ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടാനും ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ദിവ്യകാല സന്നിധിയിൽ നമ്മെ, നമ്മുടെ കുടുംബത്തെ, മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമുള്ളൂ കർത്താവേ, അങ്ങയോട് അങ്ങ് പറഞ്ഞ പോലെ കൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ അങ്ങയിൽ വളരണം, ആഴപ്പെട്ട ബന്ധത്തിൽ വളരണം. ഞങ്ങളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് തത്തുല്യമായ ബന്ധം ആഴപ്പെടുത്തിയാൽ മാത്രം മതി. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ധാരാളം ഫലം ഞങ്ങൾ പുറപ്പെടുവിക്കും. പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, പൗരോഹിത്യത്തില്, സഭയില്, എല്ലാ ഉദ്യമങ്ങളിലും ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കർത്താവ്, ഇന്ന് ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങള്, ഞങ്ങളുടെ സഭ, പൗരോഹിത്യം, കുടുംബങ്ങള്, ബിസിനസ്, ജോലി, കർത്താവെ അങ്ങയോട് ചേർന്ന് നിന്ന് വളർന്ന് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നതിന് പകരം ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പലരും അങ്ങേ വിട്ട് ലോകത്തിന്റെ പിന്നാലെ കൂദാശയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, കർത്താവെ ദേവാലയമില്ല, ദൈവികമായ ചിന്തയില്ല, അങ്ങിൽ അകന്നു പോകാൻ വേണ്ടി മത്സരിക്കുന്ന പോലെയാണ് കർത്താവെ പല മക്കളും. അങ്ങയോട് ഭയങ്കര ദേഷ്യം, വാശി, അങ്ങയിലേക്ക് അടുക്കാൻ മനസ്സില്ല. അങ്ങ് പറഞ്ഞ പോലെ ഒന്നിനും കൊള്ളാത്ത വിധം വേർപിരിക്കപ്പെട്ട് ഉണക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ ഏറെയാണ് ഈശോയെ. ഈ അവസ്ഥയിൽ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെ അങ്ങയിൽ വളർത്തണമേ, അങ്ങയോട് ചേർത്ത് നിർത്തണമേ. കർത്താവേ, അങ്ങയോട് ചേർത്ത് നിൽക്കാനുള്ള വലിയൊരു ആഗ്രഹം, ഒരു ദാഹം, അങ്ങയിലേക്ക് തിരിയാനുള്ള മാനസാന്തരത്തിന്റെ വലിയ അഭിഷേകം, വിശ്വാസത്തിന്റെ കരുത്ത്, അങ്ങ് പറഞ്ഞത് അനുസരിക്കാനുള്ള വലിയ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ നിറവില് ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ ശക്തി ഇന്ന് പ്രത്യേകമാവിധത്തില് ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ഞങ്ങളുടെ ബിസിനസ്സിലേക്ക്, ജോലിയിലേക്ക്, പഠനത്തിലേക്ക്, ഭാവി ജീവിതത്തിലേക്ക്, എല്ലാത്തിലേക്കും കർത്താവേ അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള അഭിഷേക ശക്തി നിറച്ചു നൽകണമേ. കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടു പോയ ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഇടയാക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഒറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ മക്കള് ഈശോ പറഞ്ഞതനുസരിച്ച് ഈശോയിൽ വളരണം. ശാഖ എന്ന പോലെ കൈത്തണ്ടിനോട് ചേർന്ന് നിന്ന് വളരണം. ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഒറ്റ വഴിയുള്ള മക്കളെ. ഈ വഴി ഈശോയെ, ആ വഴി അറിഞ്ഞ് ഞങ്ങൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങളും അങ്ങയിൽ വളരട്ടെ, ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. ഈ അഭിഷേകത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദിവ്യകാല സന്നിധിയിൽ പ്രാർത്ഥിച്ച മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, എല്ലാ കൃപകളും ചൊരിഞ്ഞ് ഞങ്ങളെല്ലാവരും അങ്ങയിൽ ആഴപ്പെട്ട ബന്ധത്തിൽ വളരാനുള്ള അഭിഷേകം, കൃപ, അതിനുള്ള ആഗ്രഹം, ദാഹം ജനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വരശക്തി ഒഴുകട്ടെ കർത്താവേ. മക്കളിലേക്ക്, കുടുംബത്തിലേക്ക് ഞങ്ങളേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്നത് ഞങ്ങൾ അങ്ങയിലേക്ക് അടുക്കാനാണല്ലോ കർത്താവെ. അങ്ങയുമായി ആഴമായ ബന്ധത്തിൽ, ദിവ്യകാരുണ്യ സ്നേഹബന്ധത്തിൽ വളരുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഇടയാകട്ടെ.